വനിതാ ദിന പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൽ നാനാതുറകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട വനിതാ സുഹൃത്തുക്കളെ നമ്മുടെ ഈ വേദിയിൽ വെച്ച് ജനസേവയുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ ആദരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, വനിതകൾ പണ്ടുകാലങ്ങളിൽ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകളും അവർക്ക് തുല്യനീതിയോ തുല്യ ജോലി സാധ്യതയോ തുല്യ വേതനമോ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ് ഇന്ന് വനിതകൾ ചൊവ്വയിലും ശനിയിലും വരെ യാത്ര ചെയ്യാൻ പാകത്തിൽ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ജാതിയുടെയും മതത്തിൻ്റെയും ലിംഗവ്യത്യാസത്തിൻ്റെയൊക്കെ പേരിൽ വനിതകളെ ഒരുപാട് അടിച്ചമർത്തിയിരുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ ഇന്ന് അതിൽ നിന്നൊക്കെ മാറി വനിതകൾ രാജ്യം ഭരിക്കുന്ന ലെവലിലേക്ക് അവർക്ക് വളർച്ചകളുണ്ടായി. കലാരംഗത്തും സാംസ്കാരിക രംഗത്തും മറ്റ് ഏത് തൊഴിലിടത്തും തുല്യമായ വേതനം കൈപ്പറ്റിക്കൊണ്ട് അഭിമാനത്തോടുകൂടി പ്രവർത്തിക്കാൻ പാവപ്പെട്ട നമ്മുടെ എല്ലാ വനിതകൾക്കും സഹോദരിമാർക്കും അവസരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്നത്തെ ഈ വനിതാ ദിനം ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ സംഘടന ജയ് ജനസേവാ ഫൗണ്ടേഷൻ എന്ന സംഘടന സാമൂഹിക സംഘടനയാണ്. എല്ലാ വിധത്തിലുള്ള സാമൂഹിക ഇടപെടലുകൾ നമ്മുടെ സംഘടനയുടെ ഭാഗമായി നമ്മൾ പലപ്പോഴും നടത്താൻ ശ്രമിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഇന്ന് ഇവിടെ വെച്ച് പ്രിയപ്പെട്ടവരായ വനിതാ സഹോദരിമാരെ നമുക്ക് ഒന്ന് ആദരിക്കുവാൻ ഒരു അവസരം കിട്ടിയിരിക്കുന്നത്. അതിനുവേണ്ടി എല്ലാ സഹകരണങ്ങളും ഒരുക്കി തന്ന ജനസേവയുടെ മുഴുവൻ എളിയ പ്രവർത്തകർക്കും സഹോദരങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം ഇവിടെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കപ്പെട്ട് എത്തിയിരിക്കുന്ന സോഷ്യൽ മീഡിയയിലേക്ക് അറിയപ്പെടുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായിട്ട് അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശ്രീമതി ബിന്ദു സാജൻ, അതുപോലെ തന്നെ കലാരംഗത്തും എഴുത്ത് രംഗത്തുമൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ചില സഹോദരിമാരൊക്കെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെയൊക്കെ നമ്മൾ ആദരിക്കാൻ പോവുകയാണ്. എല്ലാവരുടെയും അനുമതിയോടുകൂടി ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന ശ്രീമതി ബിന്ദു സാജൻ അവരുടെ ആദരവോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു. കേക്ക് കട്ട് ചെയ്ത് ഈ പരിപാടി അപ്പം നിങ്ങൾ ഗസ്റ്റുകളെ എല്ലാവരും കൂടി വന്ന് നിന്നിട്ടൊന്ന് ചെയ്യണം, വരണം. അപ്പം പിന്നെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, എന്ത് പറയാനാണ്, വനിതാ ദിനമായിട്ട് അല്ലേ എല്ലാവരോടും എന്ത് പറയാനാണ്, എനിക്കിവിടെ നിങ്ങളോടൊപ്പം ഞാനും ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ വന്ന് ചേരുന്നത്. ഇതിനു മുമ്പ് ഞാൻ അങ്ങനെ പോയിട്ടില്ല. വനിതാ ദിനം അറിയാം, വനിതകളോടൊപ്പമായിട്ട് ഒരു പ്രോഗ്രാമിൽ ആദ്യമായിട്ടാണ് വന്ന് എത്തിപ്പെടുന്നത്. വളരെ സന്തോഷമുണ്ട് കേട്ടോ സാറേ, വളരെ സന്തോഷം എന്നെ ക്ഷണിച്ചതിന്. അപ്പം അടുത്ത പ്രാവശ്യം ഇതിൽ നിന്നും ഒരുപാട് ഉയർച്ചയിലേക്ക് വരട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. കൈയടിച്ചോ? പിന്നെ വനിതാ ദിന ആശംസകൾ വീണ്ടും അല്ലേ മേഡം ഒരിക്കൽ കൂടെ പറയുകയാണ് കേട്ടോ. വളരെ സന്തോഷം, ഈ നിമിഷത്തിൽ വളരെ സന്തോഷം. നമ്മള് എന്ത് പറയാനാണ്, ഒന്നും പറയാനില്ല, വാക്കുകൾ കിട്ടുന്നില്ല. നിങ്ങളൊക്കെ കാണാൻ ഞാൻ അത്രത്തോളം എന്ത് പറയാനാണ് ഓടി എത്തിയതാണ് കേട്ടോ. അപ്പൊ ആർക്കാണ് ഞാനിത് ഗസ്റ്റിനെ വഴി വക്കിൽ കണ്ട ഗസ്റ്റും കൂടെയാണ് കേട്ടോ. നിസ്സാരപ്പെട്ട ഗസ്റ്റ് അല്ല, എന്നെ കണ്ടത് എന്റെ ലെക്കാണ് അല്ലേ, എന്റെ ലെക്കാണ് കേട്ടോ. അപ്പൊ മേളത്തിന് തന്നെയാണ് ഞാൻ തരുന്നത്. അടുത്ത പ്രാവശ്യം നമുക്ക് പുരുഷന്മാർക്കും കൂടെ പുരുഷന്മാരെയും കൂടെ നമ്മൾ എവിടെയാണ് മേഡം കഴിച്ചോളൂ എല്ലാവർക്കും. മേഡം ഇനി ആർക്കാണ്? ആർക്കാണ് ഇനി? എല്ലാ വനിതകൾക്കും തരാം, പുരുഷന്മാർക്ക് വനിതകൾക്ക് മാത്രമല്ല, ഇത് പുരുഷന്മാർക്കും കൂടെ. താങ്ക് യു, വളരെ സന്തോഷം. അപ്പൊ പിന്നെ എനിക്ക് എന്ത് പറയാനാണ്, ഇങ്ങനെ ഒരു മെമ്മന്റോ കിട്ടുന്നത് ഫസ്റ്റ് ടൈമാണ്, അതും പ്രത്യേകിച്ച് വനിതാ ദിനത്തിലായപ്പോൾ വളരെ ഹാപ്പിയാണ് കേട്ടോ, വളരെ ഹാപ്പിയാണ്.
സന്തോഷം. താങ്ക് യു വളരെ സന്തോഷം. വളരെ സന്തോഷം. താങ്ക് യു മാഡം. താങ്ക് യു. എല്ലാവരും വരും ഫോട്ടോ എടുക്കാം. നിന്നോ മകളെ കയറി കൈയെടുത്തു പുള്ളിക്കാരി സന്ധ്യ വനിതയല്ലേ ഇങ്ങോട്ട് വരീന്നേ. വാ ഇവിടെ നിൽക്ക്. കച്ചവടം ചെയ്യണാണ്. കപ്പ കച്ചവടമാണ്. മലക്കറി ഈ മാഡം ടീച്ചർ അമ്മച്ചി അമ്മച്ചിക്ക് വരി. എല്ലാരും അമ്മയാണ് കേട്ടോ. ഇവിടെ എന്ത് പറയാനാണ്, ഈ സ്റ്റാൻഡിൽ നിന്ന് കപ്പ വിൽക്കുന്ന അമ്മയാണ് കേട്ടോ. അല്ലേ അമ്മേ? വർഷങ്ങളായിട്ട് കപ്പ വിൽക്കുന്ന അമ്മയാണ്. ആദ്യം നമ്മൾ ആദരിക്കുന്നത്. അതെ. ജയ് ജനസേവ ഫൗണ്ടേഷന്റെ ആശംസ. ഫൗണ്ടേഷന്റെ ആശംസകൾ നേരുന്നു. അമ്മയ്ക്ക് ദീർഘായുസ് ഉണ്ടാവട്ടെ. അപ്പൊ പിന്നെ എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ഞങ്ങൾ നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര കേരേജിന് ഫ്രണ്ടിലാണ് അല്ലേ? അതെ. അപ്പം ഇവിടെ എന്ത് പറയാനാണ്, ഇന്ന് അന്നദാനമൊക്കെ ഉണ്ട്. ഇവരൊക്കെ തന്നെ റെഡിയാക്കി ജനസേവയുടെ നിങ്ങളുടെ സെറ്റാക്കിയത് അല്ലേ? കഴിച്ചിട്ട് ഞാൻ അഭിപ്രായം പറയും. തീർച്ചയായിട്ടും പറയണം, പറഞ്ഞാലേ ഇവിടെ വിടുവുള്ളൂ അല്ലേ? അപ്പൊ നമ്മുടെ ചേട്ടന്മാരൊക്കെ റെഡിയായിട്ട് ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെ ഐറ്റങ്ങളുണ്ട് കേട്ടോ. ചോറും കറികളും പായസം ഉണ്ടോ ചേട്ടാ? സദ്യ ഒരു നല്ല അടിപൊളി സദ്യയാണ് കേട്ടോ. അപ്പൊ എന്റെ പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിതാ അന്നദാനം കേട്ടോ. എന്തായാലും ഇന്ന് വനിതാ ദിനത്തോടനുബന്ധിച്ച് ഞാൻ ഇതാ ഫുഡ് വിളമ്പയാണ്. എനിക്ക് അങ്ങനെ ഒരു അവസരം തന്ന എന്ത് പറയാനാണ് വളരെ സന്തോഷം. ജയ് ജനസേവ ഫൗണ്ടേഷൻ, അത് വീണ്ടും കൂടെ പറയണം കേട്ടോ. അപ്പം എല്ലാ ഐറ്റം ഉണ്ട്. അതെ, അവിയലും തോരനും പച്ചടിയും ഒക്കെ നമ്മളെ ചേട്ടന്മാര് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ബീട്രൂട്ട് പായസം ഉൾപ്പെടെ ഉണ്ട് കേട്ടോ. പപ്പടം അവിടെ കേട്ടോ. പപ്പടം ഇല്ലേ അവിടെ? അപ്പൊ ഞാന് വിളമ്പിയ ഫുഡ് നമ്മുടെ അമ്മയ്ക്ക് തന്നെ ആദ്യം കൊടുക്കുകയാണ് കേട്ടോ. ഈ അമ്മയ്ക്കാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ഇതാ അമ്മ കൊണ്ട് കഴിക്കേട്ടോ. അപ്പൊ വീണ്ടും എന്റെ പ്രിയ സുഹൃത്തുക്കളെ, വനിതാ ദിന ആശംസകൾ പറഞ്ഞുകൊണ്ട് ഞാനും അന്നദാനത്തിന് കൂടിയിട്ടുണ്ട്. ജയ് ജനസേവ ഫൗണ്ടേഷൻ ആണ്. വീണ്ടും പറഞ്ഞു പോകുകയാണ്, നമ്മുടെ തിരുവനന്തപുരം ജില്ല നെയ്യാറ്റിൻകരയാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത്. എന്തായാലും ചേട്ടന്മാരൊക്കെ അടിപൊളി ഫുഡ് ഒരുക്കിയിട്ടുണ്ട്. ഞാൻ കഴിച്ചിട്ടും ഇപ്പം പറയാം കേട്ടോ. നല്ല പായസം വേണം, പായസമൊക്കെ വേണം. നമസ്കാരം. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ഇന്ന് ഞാൻ ഒരു ആദരവ് ഏറ്റുവാങ്ങി തിരിച്ചു വരുമ്പോഴാണ് എൻ്റെ അടുത്ത് നിൽക്കുന്ന മേഡത്തിനെ കണ്ടു എന്ന് പറഞ്ഞ എൻ്റെ പ്രിയ സുഹൃത്തിനെ കണ്ടത്. അപ്പോൾ അവളെന്നെ മനഃപൂർവ്വം ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അപ്പോൾ ഈ മഹത്തായ ജനസേവനത്തിൽ ഞാനും പങ്കാളിയായി. അങ്ങനെ അവരുടെ നിർബന്ധപ്രകാരം ഫുഡ് കഴിക്കുന്നു. മനോഹരമായ ഫുഡ്, സദ്യ, പായസം എല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ തുടർന്ന് ജയ് ജനസേവാ കേന്ദ്രത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ നല്ല പ്രവൃത്തിക്ക് ജയ് ജനസേവാ കേന്ദ്രത്തിൻ്റെ അംഗങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. താങ്ക് യു. മതി, എനിക്കിനി വല്ലതും പറയാൻ വേണ്ടേ? ഫുഡിന്റെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. സൂപ്പറാണ് അല്ലേ? അടിപൊളി ഫുഡല്ലേ? സൂപ്പറാണ്. മാഡത്തിന്റെ പേരൂടെ പറഞ്ഞു. ഞാൻ സുജാത അരളാത്ത്, ആർട്ടിസ്റ്റാണ്, എഴുത്തുകാരിയാണ്. അതൊരു എല്ലാത്തിലും ഒരു ആതുര സേവകയും കൂടിയാണ്. കുറഞ്ഞ പുള്ളിയല്ല കേട്ടോ, കുറഞ്ഞ പുള്ളിയല്ല. അപ്പൊ എന്തായാലും നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം ഇവിടുത്തെ അംഗങ്ങളോട് എല്ലാവരോടും നന്ദി പറയുകയാണ് കേട്ടോ ഈ അവസരത്തില്.
താങ്ക് യു അപ്പുറത്തുനിന്ന് വിളി കേട്ടിട്ടുണ്ട്. ഞാൻ നന്ദി പറഞ്ഞ് അപ്പുറത്തുനിന്ന് താങ്ക് യു കേട്ടിട്ടുണ്ട്. അപ്പം വീണ്ടും എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ വൈൻഡപ്പ് പറയാൻ പോവുകയാണ്. അപ്പം എന്തായാലും ഇത് കഴിച്ചിട്ട് പറയാട്ടോ. ഇല്ല ചേച്ചി കഴിച്ചിട്ടാണ് വന്നതെന്ന്. ഹോസ്പിറ്റലിൽ നിന്ന് വന്നതാണ്. അപ്പോഴാണ് കഴിച്ചിട്ടാണ് വന്നതോ? ശരിയടാ. അപ്പൊ പിന്നെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഇവിടുത്തെ ഏതാണ്ട് ചേട്ടാ അസുഖമാണോ? ഇപ്പൊ ഏതാണ്ടൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇവിടെ എന്ത് പറയാന്, ജയ് ജനസേവ ഫൗണ്ടേഷനിൽ വന്നു ചേരാനും ഇവരോടൊപ്പം അല്പനേരം പങ്കുചേരാനും ഒക്കെ സാധിച്ചതിൽ വളരെ സന്തോഷം തോന്നുകയാണ്. അമ്മ ചോറുകളെ ഫോട്ടോ എടുക്കാം മാഡത്തിന്റെ അടുത്ത് നിന്ന്. അപ്പൊ അടുത്ത പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിയെത്താം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഓക്കെ എന്നാ കേട്ടോ.